ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ ഫെസ്റ്റിൽ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര പ്ലാൻ ചെയ്യാൻ വേണ്ടി വെച്ചാൽ നാഗാലാൻഡിലെ ഹോംബിൽ ഫെസ്റ്റിവൽ യാത്ര നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു ട്രാവൽ ഇൻഫർമേഷനാണ്. എന്നാൽ ഈ നാഗാലാൻഡിലേക്ക് നമുക്ക് പോയിട്ട് വരാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൈം വെച്ചാൽ നവംബർ മുതൽ മാർച്ചിലുള്ള ടൈമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈമാണ് ഡിസംബർ 1 മുതൽ ഡിസംബർ 10 നാഗാലാൻഡിലെ ഹോംബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന ടൈം. ഈ ഒരു ടൈമിലാണ് കേരളത്തിൽ നിന്ന് കൂടുതലും ആൾക്കാർ നാഗാലാൻഡിലേക്ക് പോകുന്നത് ഈ ഒരു ഫെസ്റ്റിവൽ കാണാനായിട്ട്. എന്നാൽ ഈ ഫെസ്റ്റിവലിന് പ്രത്യേകത വെച്ചാൽ നാഗാലാൻഡിൽ തന്നെ ഏകദേശം 17 വരുന്ന ഗോത്രങ്ങളുണ്ട്. അവരുടെ പാരമ്പര്യമായിട്ട് നടത്തുന്ന ഓരോ പ്രോഗ്രാംസ് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഒരു ഹോംബിൽ ഫെസ്റ്റിവൽ. ഈ ഒരു പ്രോഗ്രാം കാണാൻ കേരളത്തിൽ നിന്ന് പല ആൾക്കാരും നാഗാലാൻഡിലെ ഈ ഒരു കിസാമ ഹെറിറ്റേജ് വില്ലേജിലേക്ക് പോകുന്നത്. അങ്ങനെ ഈ ഒരു പ്രോഗ്രാമും കണ്ട് നേരെ സുക്കു വാലി ട്രക്കിങ് കണ്ടാണ് എല്ലാവരും തിരിച്ച് നേരെ കേരളത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അവിടെ നേരെ മേഘാലയക്കും സിക്കിമിലേക്കും പോകുന്നത്. എന്നാൽ ഈ ഒരു യാത്ര നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്തതിനുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കേരളത്തിൽ നമുക്ക് നേരെ ദിമാപൂരിലേക്ക് നമുക്ക് ട്രെയിൻ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് അവൈലബിൾ ആണ്. ട്രെയിൻ നമ്പർ എന്ന് വെച്ചാൽ 22-503 DBRG വിവേക് എക്സ്പ്രസ്. ഈ ഒരു ട്രെയിനെ പ്രത്യേകിച്ചാൽ കേരളത്തിലേക്ക് നമുക്ക് അതിഥി തൊഴിലാളികൾ വരുന്നതും പോകുന്നതും ഈ ഒരു ട്രെയിനാണ്. ആകെ ഒരു ട്രെയിനുള്ളൂ, അതും കന്യാകുമാരിയിൽ നിന്ന് ആസാമിലെ ദിബ്രുഗഡ് വരെ പോകുന്ന ഇന്ത്യയിൽ തന്നെ ലോങ്ങസ്റ്റ് ട്രെയിനാണ്. ഈ ഒരു ട്രെയിൻ നമുക്ക് കേരളത്തിൽ നിന്ന് ദിമാപൂരിലേക്ക് പോകുന്നതിന് സ്ലീപ്പർ ക്ലാസ്സിൽ എന്ന് വെച്ചാൽ 1075 എന്നാൽ AC കോച്ച് ആകുമ്പോഴത്തേക്ക് 2745 വരുന്നത്. ഞാൻ ഈ ഒരു യാത്രയിൽ കൂടുതലും പ്രിഫർ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു AC കോച്ച് എടുത്ത് പോകുന്നതിനെ കുറിച്ച് ബെറ്റർ. വേറെ ഒന്നുമല്ല, ഈ ഒരു ഭായിമാർ ഫുള്ള് തമ്പാക്കും വെച്ച് തുപ്പി ആകെ ഇടങ്ങാറായി അതിൻ്റെ സ്മെല്ല് സഹിക്കാൻ പറ്റാതെ നമുക്ക് യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് കൂടുതലും ബെറ്റർ നിങ്ങൾ AC കോച്ച് എടുത്ത് പോകുന്നതിനെ കുറിച്ച് ബെറ്റർ. 2 ദിവസത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ 3-ാമത്തെ ദിവസം വൈകുന്നേരം 3 മണിയോടെ നമ്മൾ ദിമാപൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. ദിമാപൂർ എത്തിയ ശേഷം നമ്മൾ നേരെ റീൽസിലൊക്കെ കാണുന്ന പോലെ പട്ടി മാർക്കറ്റുള്ള സ്ഥലമാണ് ഈ ഒരു ദിമാപൂർ. പട്ടികളെയും തവളകളെയും അതുതന്നെ പ്രാണികളെയൊക്കെ പുഴുക്കളെയൊക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റാണ് ഈ ഒരു ദിമാപൂർ മാർക്കറ്റ്. നിങ്ങൾ മസ്റ്റായിട്ട് ആ ഒരു മാർക്കറ്റിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ഒരു മാർക്കറ്റിലെല്ലാം വിസിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, കൊഹിമയിലേക്ക് നിങ്ങൾ നേരെ ബസ്സിന് പോവുക. ദിമാപൂരിൽ നിന്ന് കൊഹിമയിലേക്ക് നേരെ ബസ് നമുക്ക് അവൈലബിൾ ആണ്. 90 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. കൊഹിമയിൽ നിങ്ങൾ അന്നത്തെ ദിവസം സ്റ്റേ ചെയ്യുക. കൊഹിമയിൽ എത്തിയ ശേഷം നിങ്ങൾ നേരെ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ കൊഹിമ വാർ സെമിറ്റോറിയലും കൊഹിമ കാതോലിക് ചർച്ചും നാഗാലാൻഡ് സ്റ്റേറ്റ് മ്യൂസിയമും ടിബറ്റൻ മാർക്കറ്റിലും നിങ്ങൾ വിസിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നേരെ കൊഹിമയിൽ നിന്ന് നേരെ കിസാമയിലേക്ക് പോവുക. കിസാമ ഹെറിറ്റേജ് വില്ലേജ്, അവിടെയാണ് ഈ ഒരു ഹോംബിൽ ഫെസ്റ്റിവൽ ആകുന്നത്. നേരെ അവിടത്തേക്ക് ബസ് നമുക്ക് അവൈലബിൾ ആണ്. 50 രൂപയാണ് ചാർജ് വരുന്നത്. ഇനി ഷെയർ ആൻഡ് ടാക്സി നമുക്ക് അവൈലബിൾ ആണ്. 150 രൂപയാണ് ഷെയർ ആൻഡ് ടാക്സിക്കും വരുന്നത്. നേരെ ഈ ഒരു ഹെറിറ്റേജ് വില്ലേജിൽ പോവുക, റൂം എടുക്കുക. ഏകദേശം ഒരു റൂമിന് ഒരു 800 രൂപ മുതൽ 1000 രൂപ വരെ കിഴക്ക് വരുന്നത്. നിങ്ങൾക്ക് റൂം ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അത് തന്നെ ഈ ഹോംബിൽ ഫെസ്റ്റിൻ്റെ പാക്കേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കിസാമയിൽ റൂം എടുക്കുക, അന്നത്തെ ദിവസം നിങ്ങളവിടെ സ്റ്റേ ചെയ്യുക. പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ ഈ ഒരു ഹോംബിൽ ഫെസ്റ്റിൻ്റെ പ്രോഗ്രാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഏകദേശം 10 ദിവസത്തോളമാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. നിങ്ങൾ മാക്സിമം എത്രത്തോളം നിങ്ങളവിടെ നിൽക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് നേരെ ഹോംബിൽ ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ സുക്കു വാലി ട്രക്കിങ്ങിനായിട്ട് പോവുക. നാഗാലാൻഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ട്രക്കിങ്ങാണ് സുക്കു വാലി ട്രക്കിങ്. ഈ ഒരു ട്രക്കിങ്ങിന് പോകുന്ന നേരെ കിസാമയിൽ നേരെ ബിസ്വാമ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ ബസ്സിനോ ഷെയർ ആൻഡ് ടാക്സിയിലോ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. ഷെയർ ആൻഡ് ടാക്സി എന്ന് വെച്ചാൽ 200 രൂപ മുതൽ 250 രൂപ വരെയാണ് വൺ സൈഡ് നമുക്ക് വരുന്നത്. കിസാമയിൽ നേരെ ബിസ്വാമയിൽ നിന്ന് ഷെയർ ആൻഡ് ടാക്സിയിൽ നേരെ പോവുക. ബിസ്വാമയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്ററോളം ട്രക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സുക്കു വാലി എത്താനായിട്ട്. സുക്കു വാലി ട്രക്കിങ് കഴിഞ്ഞ് നേരെ അവിടെ നേരെ വീണ്ടും നിങ്ങൾ ഈ ഒരു ബിസ്വാമയിലേക്ക് വരിക. ബിസ്വാമയിൽ നേരെ കിസാമയിലേക്കോ അല്ലെങ്കിൽ കൊഹിമയിലേക്കോ ബസ്സിന് പോകാവുന്നതാണ്, അല്ലെങ്കിൽ ഷെയർ ആൻഡ് ടാക്സി പിടിച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. കൊഹിമയിൽ നേരെ ദിമാപൂരിലേക്ക് പോവുക. ദിമാപൂരിൽ നിന്ന് നേരെ കേരളത്തിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് കേരളത്തിലേക്ക് പോകാനില്ല, പ്ലാനില്ല, നിങ്ങൾക്ക് മേഘാലയയിലേക്കോ സിക്കിമിലേക്കോ അരുണാചൽ പ്രദേശിലേക്കോ അത് തന്നെ ത്രിപുരയിലേക്കോ മണിപ്പൂരിലേക്കോ മിസോറാമിലേക്കോ അങ്ങനെ യാത്ര പ്ലാൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് യാത്ര പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇനി മണിപ്പൂരിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് നേരെ ഈ ഒരു ബിസ്വാമയിൽ നിന്നാണ് നിങ്ങൾക്ക് നേരെ ഈ ഒരു മണിപ്പൂർ ഭാഗത്തേക്ക് നിങ്ങൾക്ക് ബസ്സുകളും ഷെയർ ആൻഡ് ടാക്സികളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നോർത്ത് ഈസ്റ്റ് യാത്ര നമുക്ക് എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ള ഫുൾ ട്രാവൽ ഇൻഫർമേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുക. നിങ്ങൾക്ക് ഏകദേശം ഒരു റൂട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു യാത്ര നമുക്ക് ഏകദേശം എത്ര ക്യാഷ് നമുക്ക് ഇനി ചിലവിടുന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. കേരളത്തിൽ നമുക്ക് ദിമാപൂരിലേക്ക് നമുക്ക് സ്ലീപ്പർ ക്ലാസ് എടുത്ത് ഒരു ലോ ബഡ്ജറ്റ് രീതിയിൽ നമ്മൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ഈ യാത്ര നമ്മൾ സ്ലീപ്പർ ക്ലാസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റേറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പല ആൾക്കാർക്ക് നല്ലൊരു റെസ്പോൺസ് കൊടുത്തിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് അവർക്ക് ഉൾക്കൊള്ളിച്ചിട്ട് നമ്മൾ ഈ ഒരു യാത്ര ഒരു സ്ലീപ്പർ ക്ലാസ്സിൽ പോയിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ യാത്ര നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കേരളം ദിമാപൂരിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ 2 സൈഡ് വരുമ്പോഴത്തേക്ക് 2150 രൂപ വരുന്നത്. എന്നാൽ ദിമാപൂർ നേരെ കൊഹിമയിലേക്ക് പോകുന്നതിന് നമുക്ക് ബസ് വരുന്നതെന്ന് വെച്ചാൽ 1 സൈഡ് 90 രൂപ, 2 സൈഡ് ആകുമ്പോഴത്തേക്ക് 1180 രൂപ വരുന്നത്. ദിമാപൂർ നേരെ കൊഹിമയിലേക്ക് ബൈ ബസ്സിന് പോകുന്നതെന്ന് വെച്ചാൽ 1 സൈഡ് ആകുമ്പോഴത്തേക്ക് 90 രൂപ വരുന്നത്. ഇനി 2 സൈഡും കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് 180 രൂപ വരുന്നത്. പിന്നെ കൊഹിമ നമുക്ക് കിസാമ ഹെറിറ്റേജ് വില്ലേജ് നമുക്ക് ബസ്സിന് പോകുന്നതിനും
വരുന്നത് വെച്ചാൽ 50 രൂപയാണ് വരുന്നത്. 2 സ്റ്റാർ ആകുമ്പോഴത്തേക്ക് 100 രൂപയാണ് വരുന്നത്. ഇനി ഹെറിറ്റേജ് വില്ലേജ് നമുക്ക് വിശ്വാമയിലേക്ക് പോകുന്നതിന് ഷെയറിംഗ് ടാക്സ് 200 രൂപ വരുന്നത്. അങ്ങനെ 2 സ്റ്റാർ ആകുമ്പോഴത്തേക്ക് 400 രൂപ വരുന്നു. പിന്നെ ഫുഡ് ഏകദേശം 12 ദിവസത്തോളം വരുന്ന ഒരു യാത്രയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു യാത്ര 3000 രൂപ നമുക്ക് ഫുഡിന് വരുന്നത്. ഒരു ദിവസത്തേക്ക് 250 രൂപ വെച്ചിട്ട് നമുക്ക് ഈ ഒരു യാത്ര നമുക്ക് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഒരു 2 പേരൊക്കെയുള്ള യാത്ര ആകുമ്പോഴത്തേക്ക് നമുക്ക് ഭക്ഷണം ഷെയർ ചെയ്ത് കഴിക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് നമ്മൾ 250 രൂപ നമുക്ക് ഒരു ദിവസത്തേക്ക് നമുക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റേ ഒക്കെ നമുക്ക് ഒരു ദിവസത്തേക്ക് 400 രൂപ നമുക്ക് വരുന്നത്. നമ്മൾ 2 പേരെ വെച്ച് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊരു 800 രൂപേൻ്റെ റൂം എടുക്കുമ്പോഴത്തേക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 400 രൂപ വരുന്നത്. 2 ദിവസം അങ്ങനെ 7 ദിവസത്തേക്ക് നമ്മൾ ഈ ഒരു യാത്ര നമ്മൾ റൂം എടുക്കുന്നത്. അപ്പോൾ 2800 രൂപ വരുന്നത്. ഇനി അതിലും കുറച്ച് നമുക്ക് റൂം എടുക്കാം. ടെൻ്റൊക്കെ ആയിട്ട് പോയിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ടെൻ്റ് അടിക്കുന്ന ഓപ്ഷൻസ് നമുക്കുണ്ട്. നമുക്ക് സുക്കു വാലിയിലാണെങ്കിലും അതേപോലെ സുക്കു വാലി നമ്മൾ റൂം എടുക്കുന്നില്ല. നമുക്ക് സുക്കു വാലി നമുക്ക് ടെൻ്റ് അടിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. അതുതന്നെ ഈ ഒരു കിസാമ ഹെറിറ്റേജ് വില്ലേജ് നമുക്ക് ടെൻ്റ് അടിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മളൊക്കെ പോലത്തേക്ക് ടെൻ്റ് അടിച്ച് നമ്മൾ താമസിച്ചേക്കാം. പിന്നെ നമുക്ക് അതർ എക്സ്പെൻസ് ഒരു 1000 രൂപ നമ്മൾ ഈ ഒരു യാത്ര കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ നമ്മൾ ഈ ഒരു യാത്ര നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വരികയാണെങ്കിൽ കേരളത്തിൽ നിന്ന് പോയിട്ട് തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന രീതിയാണെങ്കിൽ ടോട്ടൽ നമുക്ക് ഈ ഒരു യാത്ര നമുക്ക് എക്സ്പെൻസ് വരുന്നത് ചിലവ് 9630 നമുക്ക് ഈ ഒരു യാത്രക്ക് വരുന്നത്. ഇനി നിങ്ങൾ ഹോംബിൽ ഫെസ്റ്റിവൽ യാത്രക്കുള്ള പാക്കേജാണ് നോക്കുന്നത്. നമുക്ക് കേരളത്തിൽ നിന്ന് പോയിട്ട് തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന രീതി നമുക്ക് ടൂർ പാക്കേജ് നമുക്ക് അവൈലബിൾ ആണ് ഹോംബിൽ ഫെസ്റ്റിൻ്റെ. അതിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു 89 43 93 55 10 ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചിരുന്നതാണ്. ഇനി അതല്ല ഈ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം നിങ്ങളുണ്ടെങ്കിൽ ട്രാവൽ വൈസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങളുടെ മറുപടിയായിട്ട് ഞാൻ നിങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട്. ഈ ഒരു യാത്രയുടെ പ്ലാനൊക്കെ ഉപകാരപ്പെട്ടാൽ യാത്രകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിൽ അവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കൂടെ തന്നെ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്തതിനെ കൂടെ കുടിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു ട്രാവൽ ഇൻഫർമേഷൻ വീഡിയോ ഇടണം. ഓക്കെ, ബൈ ബൈ.